ഈ വീഡിയോയിൽ ഫുള്ളി ലിയ ഇസ്ലാം ജോൺസ് രണ്ട് മാത്രമാണ് സംസാരിച്ചേക്കണം. അപ്പോൾ നമുക്ക് ലിയ ജോൺസും ഹോട്ട് ടോപ്പിക് കാര്യങ്ങൾ, ഇലിയയുടെ ഇസ്ലാമിൻ്റെ ഫൈറ്റ് കുറച്ച് ഡീപ്പ് അനലൈസിങ്, ഇലിയ എന്ന ഫൈറ്റ് സ്റ്റൈലിനെ കുറച്ച് ഡീപ്പ് അനലൈസിങ്, ചെയിൻ റെസ്ലിംഗ് ആൻറ്റി റെസ്ലിംഗ് സൊല്യൂഷൻ കൊണ്ടുവന്ന ഒരു അനലൈസിങ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഫുള്ളി ഇരുന്ന് കാണണേ. ലൈക്ക് ചെയ്തിട്ട് ഒരു കമൻറ്റ്, ഒരു ഹാർട്ടൊക്കെ ഇട്ടിട്ട് കാണും. കമൻറ്റൊക്കെ ഒന്ന് വരട്ടെ. ബ്രേക്കിംഗ് ന്യൂസുകൾ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കാർഡിനെ പറ്റി പറയാനല്ല പറഞ്ഞ, ജസ്റ്റ് നിലനിൽക്കുന്ന ഹോട്ടസ്റ്റ് ടോപ്പിക്കിനെ പറ്റി പറയാനാണ്. അപ്പൊ അറിയാലോ, എന്നത്തെ പോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഭയങ്കര ചെറുതാണ്. നിങ്ങൾ കുറെ നേരം കണ്ടു കഴിഞ്ഞാല് വാച്ച് അവർ കൂടുള്ളൂ. അപ്പൊ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണ്ടേ? ഞങ്ങളുടെ അപ്ഗ്രഡേഷനും വളർച്ചക്കും നിങ്ങൾ കുറെ നേരം കാണുക. പറയിച്ചു. അപ്പൊ ജോൺസിന്റെ ബൈപോളർ ഡിസോർഡർ, അതിനെ പറ്റിയാണ് എന്താ പറയാൻ പോണു? അല്ല, ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഓഫ് UFC-യുടെ റിട്ടയർമെന്റ് 2 ആഴ്ച മാത്രം ഉണ്ടായിരുന്നുള്ളൂ വാലിഡിറ്റി. ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇപ്പ ജോൺസ് അല്ല മാൻ. ഇൻ ദിസ് കേസ് എവറി ടങ് മസ്റ്റ് കൺഫസ്, എവറി ഐ മസ്റ്റ് സീ, ലൈക്ക് അങ്ങനെ ഇല്ലേ? ഇലിയ ടുപൂരിയ ഈസ് ദ ഫേസ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ അമംഗ് UFC റൈറ്റ് നൗ, അതർ ദാൻ കോണർ ആക്റ്റീവ് അല്ല. അപ്പൊ ജോൺസ് എന്ന് വെച്ചാൽ ജോൺസ് തിരിച്ചു വന്നിപ്പോ ഒറ്റ കാരണം കൊണ്ടാണ് തിരിച്ചു എന്താന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അല്ലേ, മറ്റേ വൈറ്റ് ഹൗസിന്റെ കാര്യം. കാട്ടുപുണ്ട കഴിവേറി ഒന്ന ലൈറ്റ് ഹൗസ് ഗായ്സ്. നമ്മുടെ പ്രസിഡൻഷ്യൽ US വൈറ്റ് ഹൗസിനെ ലൈറ്റ് ഹൗസ് ആയിട്ട് കമ്പയർ ചെയ്ത് കിച്ചൺ ഒരു രീതിയിലും ഫോർഗീവബിൾ ക്രൈം അല്ല, പക്ഷെ ഒരു രീതിയിലും ഫോർഗീവ്നെസ് അറിയിക്കുന്നില്ല. അവ ലൈഫ് ലോങ് ഇപ്പൊ ഉണ്ടേന നമ്മൾ ഇത് പറഞ്ഞ് കളയാക്കുന്ന ഞാൻ സ്റ്റിക്കർ പുറപ്പെടുത്തായിരിക്കും. ലൈറ്റ് ഹൗസ് നോ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഇറക്കുന്നതായിരിക്കും. കണ്ടിന്യൂ. അല്ല, പുള്ളി എനിക്ക് തോന്നണേ വേറെ അമേരിക്കൻ ചാമ്പ്യൻസ് ആരും ഇല്ലല്ല. ആകെ ഇനിയിപ്പോ കീലിയനെ കൊണ്ടുവന്ന് അവിടെ ഫൈറ്റ് ചെയ്യിപ്പിക്കണത്. എടാ നീ എന്ത് പൊട്ടത്തരവൊക്കെ എടാ ഗിച്ചു പറയണ? എടാ ഗിച്ചു ലൈഫ് മണ്ടനെ പറ്റി പറഞ്ഞ വൈറ്റ് ഹൗസിൽ ഈ സംഭവം നടക്കുമെന്ന് ജോൺസിന്റെ പാട്രിയോട്ടിക്. എടാ അമേരിക്കൻസ് ഡീപ്ലി പാട്രിയോട്ടിക് ആണ്. കുറെ പേര് വൈറ്റ് ഹൗസിൽ ഫൈറ്റ് നടക്കണം എന്ന് പറഞ്ഞാൽ അത് ഇനി ഒരിക്കലും നടക്കാൻ പോകില്ല. ഹിസ്റ്ററി ബുക്സിലാണ്. അതൊരു ഗ്ലാഡിയേറ്റർ അറീനയിൽ റോമൻസ് ഫൈറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഫീലാണ് ജോൺസിന് കിട്ടാൻ പോണ. എടാ ലിറ്ററൽ വൈറ്റ് ഹൗസ്, അതിന്റെ ഭയങ്കര ഡീപ്പ് 300 ഇയേഴ്സ് 180 ഇയേഴ്സാ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് പുള്ളി വരാന്ന് പറയാം. അപ്പൊ ചിലപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ചിലപ്പോ ബ്ലെസ്സിങ് ഡിസ്കൈസ് ആണ്. കാരണം കോർണർ ഓൾറെഡി വരണമെന്ന് പറഞ്ഞ്, ജോൺസ് വരണമെന്ന് പറഞ്ഞ്, അത് പേപ്പർ വെക്ക് റെഡി ഉണ്ടാവും രണ്ട് വന്നു കഴിഞ്ഞാൽ. എനിക്കറിയില്ല, വരാൻ ചാൻസ് ഉണ്ട്. കാരണം 2026 നടക്കുമെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലമുണ്ട്. അപ്പൊ ജോൺസ് ടോമേ നീ നിന്റെ വഴിക്ക് പോ, ഞാനൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം, എന്നിട്ട് നമുക്ക് വൈറ്റ് ഹൗസിൽ കാണാടാ UK പുണ്ടേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ സിവിൽ വാർ ഇവരുടെ വണ്ടി ഹിസ്റ്ററി കണ്ടല്ലോ, അതൊരു ഡീപ്പ് ബിഗ്ഗസ്റ്റ്. അയ്യോ, ജോൺസിന്റെ ഹാങ് ഓവറിലാ കൊക്കെയിൻ റഷില പറഞ്ഞതല്ല, റിയൽ ആയിട്ട് തിരിച്ചു തന്നെയാണ്. വൈറ്റ് ഹൗസിൽ ടോം വിസസ് ജോൺസ്, ടോം ഗെയിനൊക്കെ തോപ്പിച്ചിരിക്കണം, ഒന്നുകൂടി സ്റ്റോക്ക് അടിക്കണതും. വാ കുളിരുടെ രോമ ഇവിടെ ഇവിടെ എല്ലായിടത്തും ഒക്കെ. അയ്യോ ഗിച്ചു. അല്ല, എനിക്ക് തോന്നിയതെന്നറിയോ, പുള്ളി 2 ആഴ്ച മുമ്പ് റിട്ടയർ ചെയ്ത്, അത് കഴിഞ്ഞപ്പോ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് പുള്ളിനെ കുറിച്ച് ആരും മിണ്ടണില്ലല്ലോ. അപ്പൊ പുള്ളി എന്താണ് എന്നെ കുറിച്ച് ആരും മിണ്ടാത്തെ, അതെ ഞാൻ തിരിച്ചു തന്നെയാണ്, ഇനിയിപ്പോ നിങ്ങൾ മിണ്ട്, അതായിരിക്കും. അങ്ങനെ വേണ്ടിയിട്ട് എന്താണ് എത്ര എല്ലടാ എടുത്ത് വൈറ്റ് ഹൗസ് കാരണം മാത്രോടാ. എടാ ഞാൻ അതുകൊണ്ടാണ് ചെറുതായിട്ടെങ്കിലും ഇത് വിശ്വസിക്കണേ. ഇപ്പൊ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഘടകം ഇതിനകത്ത് ഇല്ലെങ്കിൽ ഇവൻ ടെസ്റ്റിംഗ് പൂൾ റീ എൻട്രി ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. നമുക്ക് ഇതിന്റെ കൺഫർമേഷൻ അടുത്ത UFC കിട്ടും. കാരണം പ്രസ് കോൺഫറൻസിൽ ഫസ്റ്റ് ചോദ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ നടക്കത്തെ ഒരു ചോദ്യം ഒരിക്കും പ്രസ് ചോദിക്കാൻ കൂടാ. ജോൺ ട്വീറ്റഡ് ദാറ്റ് ഹി ഈസ് ബാക്ക് ഇൻ ദ ടെസ്റ്റിംഗ് പൂൾ, ഈസ് ദാറ്റ് ആക്യുറേറ്റ് ആണ്? അപ്പൊ ഹി ഈസ് അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ എനിത്തിങ്, വി ഡോണ്ട് നോ, ഹി ഈസ് ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആക്ടറിന്റെ അടുത്ത് അറിയാൻ പറ്റും. അപ്പൊ അതുവരെ നമുക്ക് ഇതിനെ സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് എന്തായാലും UFC ഒഫീഷ്യലായിട്ട് പറയാൻ പോലുള്ള ജോൺസ് കം ബാക്ക് എന്നും പറയാൻ പോലുള്ള UFC അങ്ങനെ വേണ്ടി ആയിരിക്കും ചെയ്യില്ല. പക്ഷേ ഡാനയുടെ അടുത്ത പ്രസ് കോൺഫറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, നമുക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ജോൺസ് തിരിച്ചു വന്നില്ലെന്ന്. അല്ല, ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കൻ ചാമ്പ്യൻസ് വേറെ ഇല്ല, ഒരു മെയിൽ അമേരിക്കൻ ചാമ്പ്യൻ ഇല്ലല്ലോ ഇപ്പൊ UFC-ൽ. അപ്പൊ എന്തായാലും വൈറ്റ് ഹൗസിൽ ഫൈറ്റ് ഒക്കെ വെക്കുമ്പോ എന്തായാലും ഒരു അമേരിക്കൻ ചാമ്പ്യൻ വേണ്ടേ? എടാ അങ്ങനെ അമേരിക്കൻ ചാമ്പ്യൻ ടൈറ്റിലിന് വേണ്ടി ഫൈറ്റ് ചെയ്താലും മതി. അല്ല അങ്ങനെ മതി. അല്ല, അമേരിക്കൻ ഒരു ടൈറ്റിൽ ചലഞ്ചർ ഇനി ആരാളെ ഇപ്പൊ കോറി സാൻഡേഗൻ മാത്രമേ ഉള്ളൂന്നാണ്. എടാ ജോൺസ് ഇല്ലേ, ജോൺസ് തിരിച്ചു വന്നാ ഓക്കെ ഇല്ലേ? ജോൺസ് തിരിച്ചു വന്നാ ഓക്കെ. അത് ഈ ആഴ്ച അറിയാടാ, ഇത് നടക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ജോൺസ് ഭയങ്കര പാട്രിയോട്ടിക് പേഴ്സൺ ആണ്, ഭയങ്കര. ഇപ്പൊ അത് മാത്രമല്ല, ഇന്നലെ July 4 പ്രസിഡന്റ് മറ്റേ നടത്തിയ അനൗൺസ്മെന്റ് ആണ് അവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ ജോൺസ് അങ്ങനത്തെ ഒരാളാണ്. USA ഫസ്റ്റ്, ഗോഡ് ഫസ്റ്റ്, USA സെക്കൻഡ്, ആ മൂഡ് ലൈഫിൽ നോക്കുന്ന ആളാണ്.
എന്തൊക്കെ ക്രിമിനൽ വൈബ്സ് ഉണ്ടെങ്കിലും. അപ്പൊ അത് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഒരു 30, 40, 50% വിശ്വസിക്കണ് ഡാന വൈറ്റിന്റെ ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരെ നമ്മിങ്ങനെ ചലച്ചിട്ട് കാര്യമില്ല. അടുത്ത നമുക്ക് ടോപ്പിക്കിലേക്ക് പറയുന്നത് ഇപ്പോഴത്തെ ഫേസ് ഇലിയ ടുപ്പൂരിയാണെന്ന് അലക്സ് പെരേര ഫാൻസിന് അറിയോ? നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അലക്കിൻ്റെ അടുത്ത് കുറച്ച് നാൾ ഞങ്ങളുടെ ഷാരി എന്ന് പറഞ്ഞാൽ അലക്സിന്റെ ബിഗ്ഗസ്റ്റ് ഫാനിറ്റി ഉണ്ട്. അവള് ഭയങ്കര സീനാണ്. അവള് വന്നിട്ട് പറഞ്ഞ് അലക്സ് മറക്കരുത്, അലക്സിന്റെ ഫൈറ്റ് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം യൂസിനെ സേവ് ചെയ്ത മറക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞ് എൻ്റെ പൊന്നു പുണ്ടേ, അലക്സ് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലോ സേവ് ചെയ്തതിനെ പറ്റിയല്ല പറയണത്. അലക്സ് സേവ് ചെയ്യാണ്ടിരിക്കട്ടെ. ഇലിയ ടുപ്പൂരുടെ ഇപ്പോഴത്തെ സ്റ്റാർ പൊട്ടൻഷ്യൽ പവർ, ഇപ്പൊ ഇലിയ ടുപ്പൂർ എന്താണെന്നാ പറഞ്ഞത്? കോണറിനായിട്ട് ഇതേവരെ ഇത്ര നാൾ കോണർ കഴിഞ്ഞിട്ട് ആകെ കമ്പയർ ചെയ്തേക്കണ ഒരാളാ ഇലിയ ടുപ്പൂരാണ്. കോണറിന്റെ സ്റ്റാർഡം എത്തുമെന്നും പറഞ്ഞ് ഒരാൾ പോലും അലക്സ് പെരേര വിൽ ബി ബിഗ്ഗർ ദാൻ കോണർ എന്ന് ശാരദ പോലും അവള് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് ഉറപ്പാണ് അലക്സ് പെരേര എന്താണോ അതുക്ക് മുകളിലായിരിക്കും ഇലിയ ടുപ്പൂര് പോകാൻ പോണ. അത്ര ഞാൻ പറഞ്ഞില്ല, അതുപോലും അംഗീകരിച്ചു തരാൻ പറ്റണല്ല. എന്താണാവോ ഇപ്പോഴും ആണ്. ഇപ്പൊ ഇലിയ ഫേസ് ആണ് അലക്സ് പെരേരയുടെ ലെവല്. ഇപ്പൊ അത് കഴിഞ്ഞ് പോകും, വെട്ടി ചുമ്മാ തുളച്ചു പോകും. അത് മാത്രമല്ല, നിങ്ങൾ ഇലിയ ടുപ്പൂരിനെ ഞാൻ ഈ കൊച്ചിയിലിരുന്ന് ഗ്ലേസ് ചെയ്യണ മാത്രമല്ല, ഞാൻ ഗ്ലേസ് ചെയ്യുന്ന കറക്റ്റ് കാരണങ്ങളുണ്ട്. ഈ മാസ്ഫുഡാല് ഇലിയ ടുപ്പൂർ ചാമ്പ്യൻ ആവണതിന് മുമ്പ് പറഞ്ഞ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ് ഒരുത്തം വന്നിട്ടുണ്ട് 145 പൗണ്ടില്. അപ്പൊ ആ സമയത്ത് വോൾക്കും ഈ വോളവയും മാത്രം പൊരുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ബാക്കിയുള്ളവരൊക്കെ സൈഡിൽ നിന്ന് കാണികളായിട്ട് കണ്ടന്റേഴ്സ് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമില്ലേ. കാരണം ഇവര് ബാക്കിയെല്ലാവരും നോക്കിക്കും, ഇവര് മാത്രം അങ്ങോട്ടും തല്ലിടിച്ചിരുന്ന കാലത്ത് മാസ്ഫുഡാല് പറഞ്ഞ ഒരുത്തം കയറി വന്നുണ്ട്. അപ്പൊ എനിക്കറിയില്ല, എന്തായാലും ചാമ്പ്യൻ ആവും. കാരണം ഞാൻ എപ്പോഴാണ് തോപ്പിക്കാൻ പോണെന്ന് പറയണം. കാരണം ഇവര് ചേസ് ചെയ്യാൻ പോണ മാക്സ് വോളവേ ആൻഡ് വോൾക്കാണ്, അവർ ഗോട്ടഡ് ആണ്. എന്നാലും ഇവനെ കൂടി ഞാൻ സ്പാർ ചെയ്യുമ്പോ, ഇവന്റെ റെസൽ ചെയ്യുമ്പോ എനിക്ക് ഇവന്റെ എല്ലിന്റെ ഡെൻസിറ്റി ഒക്കെ കണ്ട് അടി ഇവ എന്ത് മൈരാടാ, നീ എന്താണ് നിന്നൊക്കെ ഉണ്ടാക്കിയേക്കണ എന്ന് വെച്ചാൽ അത്ര ഡെൻസിറ്റി പോണി. പിന്നെ സ്പാർ ചെയ്യുമ്പില്ലേ, നിങ്ങൾ ഇത് ശരിക്കും ഒന്ന് കേട്ടോട്ടാ, ഇസ്ലാം ഫാൻസ് തൊലിച്ച് കേട്ടോട്ടാ, സോറി എന്താണ് കുനിഞ്ഞിന്ന് കേട്ടോ, കുനിഞ്ഞിന്ന് മര്യാദക്കിരുന്ന് കേട്ടോട്ടാ. അപ്പൊ ഇലിയ ടുപ്പൂരിയുടെ 170 മാസ്ഫുഡാലി 4 ആഴ്ച മുമ്പാണ് സ്പാർ ചെയ്തത് ഇലിയായിട്ട്. അപ്പൊ 180 മേലെ ഉണ്ട് മാസ്ഫുഡാലി. ഇലിയ ടുപ്പൂരി 145 കുറച്ച് ഫൈറ്റ് ചെയ്യണം, കുറച്ചും കൂടെ നാളെ സമയം. സ്പാർ ചെയ്യുമ്പോ ഇലിയയുടെ ഷോട്ട് കൊണ്ടേ ഇവന് ഏതാണ്, ഇവൻ 170 ആണ്, 145 പൗണ്ട് ഫൈറ്റർ തന്നെയാണ്. ഇവന് വിശ്വസിക്കാൻ പറ്റില്ല. അടുത്തുകൂടി പോകുമ്പോഴേക്കൂല്ലേ ഭും 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 മറ്റേ സംഭവം ഒരു സാധനം ഓളം പോവും ഫയർ. അപ്പോഴാണ് ഇത് ഇലിയ പറഞ്ഞ് എൻ്റെ പവർ ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നുമാണ്. പക്ഷെ ആ ബോഡി സ്ട്രക്ചർ, ആ ബോണ്ട് ഡെൻസിറ്റി ഡിഫറെന്റ് ആണ്. അപ്പൊ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ഫൈറ്റർക്ക് ഇത്ര ഹയസ്റ്റ് ലെവൽ ഫൈറ്റ് ഐക്യം കൂടി കൊടുത്തു കഴിഞ്ഞ് ഹാർഡ് വർക്കിംഗ്, പിന്നെ അതേപോലത്തെ ഒരു കോച്ച് പോലത്തെ അടിപൊളിയായ ഒരു ചേട്ടൻ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് പൊട്ടൻഷ്യൽ എന്ന്. ഇത് ഞാൻ പറയണല്ലേ, അവരുടെ ട്രെയിൻ ചെയ്ത ആൾക്കാർ പറയണ എന്ത് അടിപൊളിയാണെന്ന്. അപ്പൊ ഇലിയ ടുപ്പൂരിനെ സത്യത്തിൽ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഞങ്ങളുടെ മുമ്പിലെ ഫർഹത്ത് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച അംഗീകരിച്ച് ഇലിയാണ് ഏറ്റവും അടിപൊളി എന്നൊക്കെ പറഞ്ഞ്. ഇസ്ലാം ഫാനാണ്, ഭയങ്കര വലിയ ഇസ്ലാം ഡാഗി ഫാനാണ്. അവൻ വരെ അംഗീകരിച്ചു. അപ്പൊ ആൾക്കാർക്ക് ആ ബോധം ഉണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോഴും ഇലിയ ടുപ്പൂരെ ട്രെയിനിൽ കയറിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റോപ്പാണ്, കയറിക്കോ, അല്ലെങ്കിൽ അവസാനം ബ്രാഗിംഗ് റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അല്ല ഇപ്പൊ ഇലിയ ബിഗ്ഗർ ദാൻ കോണർ എന്ന് പറഞ്ഞല്ല, അപ്പൊ ബിഗ്ഗർ ദാൻ കോണർ എന്നല്ലടാ, ഇലിയ കോണറിന്റെ ആ ലെവലിലേക്ക് എത്തോന്ന് ഞാൻ പറഞ്ഞൊന്ന് എത്തിക്കട്ടെ, എവിടെയെങ്കിലും ഞാൻ ലാൻഡ് ചെയ്യിപ്പിക്കട്ടെ. ഇപ്പൊ ബിഗ്ഗർ ദാൻ കോണർ എന്നുള്ള ഇപ്പൊ ഒരു ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ടല്ലോ, അത് ക്വസ്റ്റ്യൻ തീർക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാമായിട്ടുള്ള ഒരു ഫൈറ്റ് നടന്ന് അതിന്റെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലിയൊക്കെ വേണമെങ്കിൽ ബിഗ്ഗർ ദാൻ കോണർ ആകെ പൊട്ടൻഷ്യൽ ഉണ്ട്. എടാ അത് നീ എന്താ കിച്ചു, അത് DC എന്നാണ് പറഞ്ഞായിരുന്നു. റൊണാൾഡോക്ക് സ്റ്റാർ ആവാൻ മെസ്സി, അല്ലെങ്കിൽ മെസ്സിക്ക് ഇത്ര ലെവലാവാൻ റൊണാൾഡോ വേണമായിരുന്നു. മുഹമ്മദ് അലിക്ക് ജോ ഫ്രേഷർ വേണമായിരുന്നു, അല്ലെങ്കിൽ ജോർജ് ഫോർമാൻ വേണമായിരുന്നു. അതേപോലെ ഇലിയക്കും ഇസ്ലാമും ദേ നീഡ് ഈച്ച് അതർ, ദേ ക്യാൻ ഫീഡ് ഓഫ് ഈച്ച് അതർ. ഇതിൽ നിന്ന് ജയിക്കുന്ന ആളുടെ സ്റ്റാർ പവർ. കാരണം ഇലിയനെ സബ്മിറ്റ് ചെയ്ത ഇസ്ലാമും സബ്മിറ്റ് ചെയ്യാനൊന്നും പോണില്ല, പക്ഷെ ഇസ്ലാമിനോട് ഇറക്കണ ഇലിയ നല്ല ചാൻസ് ഉണ്ട് കേട്ടാ. ഇത് എന്നാ മനസ്സിലായ വേറെ ലെവല്. പക്ഷെ കോർണറിനേലും അപ്പുറം ഞാൻ എത്തൂലെന്ന് പറയണ കാര്യം എന്താന്ന് വെച്ചാൽ ആ സ്റ്റാർ ട്രാഷ് ടോക്കിങ്, ആ ഒറ പേഴ്സണാലിറ്റി അത്രയൊക്കെ പറ്റുന്നുണ്ട്. വളരെ നാച്ചുറലാണ്. ഇലിയ കോണറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ലെവൽ എത്തൂല, പക്ഷെ ആ സെയിം എത്തും. അതൊക്കെ മേലെ പോകുന്നതിന് വിശ്വസിക്കണില്ല, അതുകൊണ്ട് മാത്രം. പക്ഷെ ഫൈറ്റർ എന്ന നിലയിൽ അച്ചീവർ എന്ന നിലയിൽ സംബന്ധിച്ചറിയിച്ചു സത്യമാണ്.
ഫൈറ്റർ എന്നുള്ള അച്ചീവ്മെന്റ് എന്നുള്ളതിൽ ഇസ്ലാമിനെ ഉറക്കിയ സീനാണ്. ഇസ്ലാമിനെ ഉറക്കി കഴിഞ്ഞാൽ ഗോട്ടറാണ് മോനെ, കുരിഞ്ഞിട്ട് കുമ്പിടണം. അല്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ വെറുതെ നോക്കാൻ പറ്റിയൊരു മെട്രിക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. അത് കണ്ട അവസാനത്തെ ആ ഫൈറ്റ് വീക്കിനൊക്കെ ഇലിയുടെ അക്കൗണ്ടില് ഞാൻ ഇടക്കിടക്കൊക്കെ എടുത്ത് നോക്കുമായിരുന്നു എന്തൊക്കെയാ നടക്കണം എന്തൊക്കെ നടക്കണം. വെറുതെ വെറുതെ കൂടി 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 അവസാനം ഇപ്പൊ ഇസ്ലാമിനും കൂടുതൽ ഫോളോവേഴ്സ്. എനിക്കില്ലേ, എനിക്ക് ബാഗിനേഴ്സ് ഉണ്ട്. കാരണം ഞാൻ ഇലിയ എന്ന് പറഞ്ഞ ആൾ ജോഷമിറ്റ് ആ സമയത്ത് തുടങ്ങി. അല്ലാണ്ട് വോൾക്ക് ഫൈറ്റ് നിങ്ങളുടെ ചാനൽ എടുത്ത് നോക്കി അറിയാൻ പറ്റും ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞില്ല. ആ സമയത്ത് ഉണ്ടാകുന്നില്ല മാക്സ് ഫൈറ്റ് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ്. ഇലിയ ജയിക്കുമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞു. അല്ലാണ്ട് മാക്സും വോൾക്കും ജയിച്ചു കഴിഞ്ഞിട്ട് അല്ലാണ്ട് ഇലിയുടെ ഫാൻറ്റസി കയറി പിടിച്ച് അതേ നേരത്തെ ഒന്ന് പറഞ്ഞിരിക്കുന്നു ആ ഗിച്ചുവിന് നീ പറഞ്ഞു. അല്ല നമ്മൾ ഇലിയനെ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് കുറെ ഇപ്പൊ അത്യാവശ്യം സ്പോർട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവര് കാണാൻ ഇലിയനെ തുടങ്ങിയത് ആ റയൻ ഹോൾ ഫൈറ്റ് ആയിരിക്കും. ആ റയൻ ഹോൾ ഫൈറ്റ് ആയിരുന്നൊരു ഫൈറ്റിലാണ് എല്ലാരും ഇപ്പൊ ഹാർഡ് കോഴ്സ് പോലും ഒന്ന് സീരിയസ് ആയിട്ട് ഇലിയനെ കൺസിഡർ ചെയ്തത്. അത് ആ ഫൈറ്റിന്റെ ബിൽഡപ്പ് തന്നെ എങ്ങനെയായിരുന്നു. റയൻ ഹോളായിട്ട് ആരും താഴെ പോവില്ല, കാല് കിട്ടിക്കഴിഞ്ഞാൽ കാലൊടിച്ചിട്ട് ഫൈറ്റ് തീരുള്ളൂ. എന്നിട്ട് ഡൂഡ് താഴോട്ട് പോയി. അപ്പൊ ജോ റോഗനൊക്കെ വെറുതെ അപ്പൊ തന്നെ ദൈവമേ എന്താണ് ഈ നടക്കണേ, റയൻ ഹോളിനൊപ്പം താഴെ പോണ ഒരാള് എന്നൊക്കെ പറഞ്ഞു. പൗണ്ട് ഫോർ പൗണ്ട് റാങ്കിങ് വന്നു. ഇസ്ലാം ഒന്ന് കാരണം വോൾക്ക് എന്ന് പറഞ്ഞ ആളെ പൗണ്ട് ഫോർ പൗണ്ട് മേടിക്കാൻ വേണ്ടി താഴേന്ന് വിളിച്ചു വരുത്തിയാണ്. എങ്കിൽ ഇപ്പൊ അയാളുടെ തട്ടത്തിൽ തന്നെ നിക്കണ പൗണ്ട് ഫോർ പൗണ്ട് വേണ്ട. ഇസ്ലാം ചേട്ടാ ഒന്ന് ചെന്നിട്ട് പൗണ്ട് ഫോർ പൗണ്ട് ചെന്ന് മേടിക്കില്ല, ഇപ്പൊ തന്നോളൂ റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹുക്ക് ടെലിഗ്രാഫി സാധനം പിടിച്ചോന്ന് പറഞ്ഞ് അച്ഛനെ എന്താ. പക്ഷെ ഇസ്ലാമിന് ആരും പേടിന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇസ്ലാമിന് സ്റ്റാറ്റസ് ഇട്ട് സി യു സൂൺ കണ്ട ഇസ്ലാമിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. സി യു സൂൺ ഇല്ല എന്നൊരു പാട്ടോട്ട് ഇല്ലയുടെ ഒഫീഷ്യൽ നാഷണൽ ആന്തം ഇല്ലേ, അല്ലെങ്കിൽ അവന്റെ ആന്തം ഫാമിലി ആന്തോ അവന്റെ ആന്തം, അത് ഇല്ലയുടെ സോങ് ആയിട്ട് നേരം പറയുള്ളൂ. കമ്മലല്ലേ അതായത് ഹംസത്തിന്റെ ഒഫീഷ്യൽ ആന്തമാണ്. അതേപോലെ ഇല്ലിയുടെ ആ പാട്ട്. അപ്പൊ ആ പാട്ട് ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്, പാട്ട് പാടി താഴെ പോലെ ഇസ്ലാമിന് സ്റ്റാറ്റസ് ഇട്ടുന്നു. ആ പാട്ടിട്ട് സ്റ്റാറ്റസ് ഇട്ടേക്കണ്, സ്റ്റാറ്റസ് അല്ല റീൽ ഇട്ടേക്കണ്, സി യു സൂൺ പോയി എന്ന് പറഞ്ഞ്. അപ്പൊ എനിക്കറിയാം. അപ്പൊ ഞാൻ പറയട്ടെ ഇത് എക്സൈറ്റ്മെന്റ് ഉണ്ടായി സ്റ്റേജ് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഈ ഇസ്ലാം JDM തോപ്പിച്ച് ഒരെണ്ണം കൂടി കഴിഞ്ഞ് അർമാനെയും പാഡീനെയും ഇലിയെ ഉറക്കി കഴിഞ്ഞാൽ വേൾഡ് ഡിമാൻഡ് ടു മച്ച് ഓഫ് ഡിമാൻഡ് ഫോർ ഇറ്റ് ടു നോട്ട് ഹാപ്പൻ. ഡാനാമൈറ്റ് രണ്ടുപേരും അങ്ങാടും ഇങ്ങാടും കുനിഞ്ഞ് ഡാഗസ്ഥാനിലും കുനിഞ്ഞ് സ്പെയിനിലും പോയി കാല് പിടിച്ച് മുക്കർ ടൈഫായിട്ട് നടക്കും എന്നുള്ള കാര്യത്തിൽ എഴുതി ഒപ്പിട്ടിയാൽ തലകിച്ചു. നിനക്ക് തോന്നണ്ട UFC ഇങ്ങനത്തെ ഒരു സൂപ്പർ ഫൈറ്റിനുള്ള ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നടത്താണ്ടിരിക്കാൻ ശ്രമിക്കുമെന്ന്. ഡാന മാക്സിമം ശ്രമിക്കോ ഇല്ലേ നീ പറ, മാക്സിമം ശ്രമിക്കോ? അല്ല ഡാന മാക്സിമം ശ്രമിക്കുന്ന മാത്രമല്ല, ഇപ്പൊ ഇസ്ലാം ആണെങ്കിൽ പണ്ടോട്ട് പറഞ്ഞത് ഈ ഡബിൾ ചാമ്പ് അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ എടുത്തും പറഞ്ഞ് ഞാൻ തിരിച്ചു വരും 155 തിരിച്ചു വരും എന്നുള്ള സീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാരണം അവിടെ എനിക്ക് തോന്നണേ മിക്കവാറും അവിടെ JDM ആയിട്ടൊരു ഫൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഡിഫെൻഡ് ഒന്നും ചെയ്യാൻ നിൽക്കുമായിരിക്കില്ല. മിക്കവാറും വേണമെങ്കിൽ ഒരു ബിഗ് ബ്രേക്ക് എടുത്തിട്ട് നേരെ വരും താഴോട്ട്. പക്ഷേ ഗിച്ചു നിന്റെ ക്വസ്റ്റ്യൻ അല്ലേ എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അർമാനെ തോപ്പിച്ചിരിക്കണ ഇല്ല 170 ചാമ്പ്യനായ ഇസ്ലാം. ഫൈറ്റ് 155 നടക്കാനാണ് 170 നടക്കാനാണ് ചാൻസ് കൂടുതൽ ഒന്ന് പറഞ്ഞു തരുമോ? അല്ല ഇത് ഇസ്ലാമിന്റെ തീരുമാനം പോലെ ഇരിക്കും തോന്നുന്നു. 170 ആയിരിക്കില്ലായിരിക്കും, 155 പക്ഷെ 170 ഇപ്പൊ UFC പോയിന്റ് ഓഫ് വ്യൂല് ഇസ്ലാം 155 ആവണേലും നല്ലത് ആസ് എ ബിസിനസ് 170 ഇലിയ ചാമ്പ്യൻ ആവാനാണ്. എന്നാലും ആലോചിച്ചോക്കെ 170 എങ്ങാനും കൊടുത്ത ഇലിയക്ക് അൺഡിസേർഡ് ആയിക്കോളൂ. 170 അടിക്കണമെങ്കിൽ 150 2-3 ഡിഫൻസ് ഒക്കെ വേണം, അത് ഞാനും പറയും. എന്നാലും കൊടുത്ത 170 എങ്ങാനും അടിച്ച ഇയാളെ എവിടെ കയറ്റി കിച്ചു ഗോട്ടില്. മറ്റേ ഉസ്മാന്റെ കാര്യം പറഞ്ഞില്ലേ, ഉസ്മാൻ ഇസ്ലാമിനെ തോപ്പിച്ച് കഴിഞ്ഞാൽ കസേരയുടെ സൈഡിൽ ഒരാളിപ്പോ ഉണ്ടാവും, അവിടെ നേരെ ടോപ്പ് 5 ഗോട്ടിലേക്കും. അതേപോലെ അർമാനെ തോപ്പിച്ചെന്ന് വെച്ചോ എന്റെ പാഡിയാണ് ആകെ കൂടാ. എന്നാലും നോക്കി അർമാനെ തോപ്പിച്ച് ഇസ്ലാമിനെ പറ്റി വെറുതെ ഞാൻ പറഞ്ഞെ ഗ്ലേസ് ഇല്ല ഫാൻ എന്നുള്ള ഞാൻ വെറുതെ പറയണേ. വോൾക്ക്, മാക്സ് ഹോളവേ, ചാൾസ് ഒലിവേര, അർമാൻ, ഇസ്ലാം മഹാച്ചഫ്, ഈ 5 പേരെന്ന് പറഞ്ഞില്ലേ വേറെ ആര് ഗോട്ടെന്ന് പറഞ്ഞാൽ അണ്ണാക്കിൽ GSPക്ക് വരെ പിടിച്ചോ കൊണ്ടേ എന്ന് പറഞ്ഞാൽ തള്ളിക്കൊടുക്കേണ്ടി വരും. കാരണം ആ 5 പേരൊന്നും എടുത്തു നോക്കിയേ. പാഡി എന്ന വാണക്കുറ്റി വന്നിരുന്നാലും കുഴപ്പമില്ല, അത് ചൊറിച്ചിരി ശരിയാണ്, അതില്ലെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതുണ്ടെങ്കിലും ആ ഒരു 6 fight 3 സ്ട്രെച്ച് എടുത്തു നോക്കിയേ. എന്റെ ദൈവമേ ഗിച്ചു എന്തെങ്കിലും പറഞ്ഞടാ. ഇതൊക്കെ നല്ലൊരു കിടിലൻ നറേറ്റീവാണ്. പക്ഷെ ഇസ്ലാമിന്റെ കയ്യിൽ തീരൂലേ ഇലിയ.
അയ്യോ ഇച്ചു നിനക്ക് അത് പറഞ്ഞപ്പോഴേക്കും മാസായിട്ട് വല്ലതും ഫീൽ ചെയ്താ അല്ല എന്തെങ്കിലും ബീജ് വിടണ ഏ ബിസ്ക് ബിസ്ക് ബോയ് 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 ബീജ് വിടണ ഇച്ചു പറഞ്ഞപ്പോഴേക്കും മ്യൂസിക് പറഞ്ഞപ്പ ഇസ്ലാമിനോടത്ത് നിക്ക എന്താണ് ഇസ്ലാം പെട്രോള് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ പെട്രോൾ കയറുന്ന പോയപ്പോ നിന്നു പോണ ഇസ്ലാമിനോടൊപ്പം നിന്നു പോന്ന് പേടാ നീ നീ എടാ ഗിച്ചു ഈ ഞാൻ ഈ പറയണമ്പോ എല്ലാരും ഒന്ന് ഇപ്പൊ റീവാച്ച് ചെയ്തോട്ടാ വോൾക്കിന് എറിഞ്ഞ വഞ്ചില്ലേ വോൾക്ക് കണ്ടിട്ടില്ലല്ല മാക്സ് കൊണ്ടുകൊണ്ട് മാക്സും കണ്ടില്ല ചാൾസ് വേറെ പോലും ആ കൊണ്ട പഞ്ച് കണ്ടില്ല ഇസ്ലാമും കൊണ്ട പഞ്ച് കാണാൻ പാടില്ല അത് മാത്രമല്ല ഇസ്ലാമിന്റെ ചാൾസ് ഫൈറ്റോ വേറെ ഫൈറ്റൊക്കെ നിങ്ങൾ എടുത്തു നോക്കോ ചില സമയത്ത് ടാഗ് ആവാറുണ്ട് മോയിക്കാനോ ചാക്കും ബോബീരിയും ചാക്കുമായിട്ടുള്ള ഫൈറ്റ് അല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യം ലെജിറ്റ് ഫൈറ്റൊക്കെ കുറച്ച് ഫൈറ്റ് ടാഗ് ആവാറുണ്ട് ഇതിയായിട്ട് ഇൻസൈഡത്തെ പോക്കറ്റ് ഔട്ട് സൈഡത്തെ പോക്കറ്റും ടാഗ് ചെയ്യപ്പെടും ഇസ്ലാം നോക്കൗട്ട് ആവും TKO ആവും അത് ഇസ്ലാം അലമ്പായോണ്ടോ ഞാൻ ഇന്ത്യ ഫാനായോണ്ടോ പറയണല്ലേ ഇതൊരു ഫാക്റ്റാണ് നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾക്കറിയാല്ല ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ലോങ് ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കണ എല്ലാ ഫൈറ്റിൻ്റെ പ്രഡിക്ഷനും സ്പോട്ട് ഓൺ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഞാൻ പറയാം മെരാബിൻ്റെ മുമ്പ് ഞാൻ മുമ്പിൽ പോയി സമ്മതിച്ച് അത് ഞാൻ ഏറ്റു പറയുന്നു എനിക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒരു പോളത്തിൽ വന്നായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞാണ് ബാക്കി എൻ്റെ എല്ലാ പ്രഡിക്ഷനും ലോങ് ആയിട്ട് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ഫൈറ്റ് നടന്നിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കൂ ഇത് അച്ചടി ഭാഷയിൽ ഞാൻ പറയാനാണ് ഇലിയ ഇസ്ലാം എന്ന ഇസ്ലാമിനെ ഇലിയ ഉറക്കും ലെഫ്റ്റ് ഹുക്ക് അല്ലെങ്കിൽ റൈറ്റ് ക്രോസ് വെച്ചു ഉറക്കിരിക്കും കാരണം ഇസ്ലാം ആ പഞ്ച് കാണാൻ പോണില്ല ഉറപ്പ് എഴുതി ഒപ്പിട്ട് വെച്ചോ പക്ഷെ ഈ ഫൈറ്റിനപ്പൊ ഗ്രൗണ്ടിൽ എന്താ പോവൂലേ ഫൈറ്റ് അപ്പൊ ഗ്രൗണ്ടിൽ പോകും സർവൈവ് ചെയ്യാനുള്ള BJJ ഉണ്ട് ഇസ്ലാം എന്ന ഗ്രൗണ്ടിൽ പിന്നെ ലെജിറ്റ് ബ്ലാക്ക് ബെൽറ്റ് മെരാബ് ടെസ്റ്റ് പ്രൂഫ് ഇപ്പൊ മറ്റേ എന്താണ് ഡോക്ടർ വൈഫ് വിസിറ്റ് എന്ന് പറയുമ്പോ ടെസ്റ്റ് പ്രൂഫ് എന്ന് പറയില്ല മെരാബായിട്ട് പറഞ്ഞത് മെരാബ് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ മെരാബ് ഗ്രൗണ്ട് പ്രൂഫ് അപ്പൊ ഇസ്ലാം സബ്മിറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല ഗ്രൗണ്ടിൽ താഴെ ഇടും ഒരു വർഷമൊക്കെ ഇടയിക്കും പക്ഷേ സ്ട്രൈക്കിങ്ങിന് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇസ്ലാം ഒരിക്കലും കബീബിനെ പോലെ ചുറ്റിപ്പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ കംസത്തിനെ പോലെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യുന്ന ഫൈറ്ററല്ല ഇതുവരെ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഇസ്ലാം എപ്പോഴും 2-3 മിനിറ്റ് ഒക്കെ താളം പിടിച്ച് ഓളം പിടിച്ച് നല്ലൊരു സ്റ്റൈലിസ്റ്റിക് ഒരു എൻട്രി ഒക്കെ സെറ്റ് ചെയ്ത് വരുള്ളൂ അത് മാത്രമല്ല ഇലിയയുടെ ക്യാമ്പ് ഫുള്ളി ഓറിയന്റഡ് ടുവേർഡ്സ് സ്റ്റോപ്പിംഗ് ടേക്ക് ഡൗൺ ഇലിയാസ് ക്യാമ്പ് ഫോർ ഇസ്ലാം വിൽ ബി 3 months ഓഫ് ഹാർഡ് കോർ റെസ്ലിംഗ് ആൻഡ് പൗണ്ടിങ് ആൻഡ് ഗ്രാപ്ലിംഗ് ഉള്ളി അപ്പൊ ഗ്രാപ്ലിംഗ് റൂട്ട്സ് ഇലിയൊക്കെ അതേപോലത്തെ ഒരു സ്പാറിംഗ് പാർട്ണർ ഡാഗസ്ഥാനിൽ നിന്ന് പറഞ്ഞ റെസ്ലിംഗ് നല്ല ചെയ്യാൻ പറ്റും അത് മാത്രമല്ല നിങ്ങൾ എല്ലാവരുടെ അടുത്തും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല ഈ അടുത്ത് ലോറ സാങ്കോ നമ്മുടെ UFC മിൽഫില്ലേ അവള് പ്രസന്റേറ്റർ അവള് 2 അസറ്റ്സ് ഒക്കെ ഉള്ള അപ്പൊ പുള്ളിക്കാരത്തി ഈ അടുത്ത് ഒരു വീഡിയോ ഇട്ട് ക്രെഗ് ജോൺസ് കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യങ്ങളോടെ കാണിച്ചു കൊടുത്ത് ആ ഫൈറ്റിൽ നടന്ന കാര്യങ്ങൾ അതേപോലെ നടന്ന് ക്രെഗ് ജോൺസ് റെസ്ലിങ്ങിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചെന്നാ പറയണ ക്രെഗ് ജോൺസ് അപ്പൊ ഇത് എന്തോരം വെരിഫൈഡ് ആണെന്ന് എനിക്കറിയാൻ പാടില്ല നിങ്ങൾ ലോറ സാങ്കോ ഇൻസ്റ്റാഗ്രാമിലോ അവളുടെ ചാനലിൽ കയറി നോക്കുക അവൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ അച്ചടി ഭാഷയിൽ തച്ചടിച്ച് വന്ന് അപ്പൊ GDM വേണ്ടി അവൻ സഹായിച്ചു അപ്പൊ ഈ ആന്റി റെസ്ലിങ്ങിനുള്ള ഫോർമുല ഇവോൾഡ് ജുജുത്സു കണ്ടുപിടിച്ചെന്നാ പറയണ നമുക്ക് കണ്ടറിയാം എന്താണ് സത്യാവസ്ഥ എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയണായിരിക്കും അപ്പൊ ഞാനത് പറഞ്ഞാണ് അപ്പൊ ഇതിലേക്ക് അങ്ങനെ ഇസ്ലാം ഡോമിനേറ്റ് ചെയ്താൽ ഇസ്ലാമിനെ സബ്മിഷൻ തടയാനുള്ള മാർഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇടുകയാണ് കാരണം എൻ്റെ നറേറ്റീവ് ഇല്ലാനുള്ള അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇസ്ലാമെ ഉറക്കിയിരിക്കില്ല ഞാൻ ഇപ്പോഴേ അച്ഛൻ പറഞ്ഞാണ് തെറ്റിക്കാൻ ഞാൻ മുട്ട അടിച്ചോളാം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴേ പറയണ പറ്റി നോക്കണം കാരണം ആ പേര് നടന്ന് നടക്കുകയാണെങ്കിൽ പിന്നെ വേറെ കാര്യം പറയണ നടക്കാണ്ടിരിക്കാൻ സാധ്യതയുണ്ട് കാരണം അർമാനായിട്ട് ഇല്ലേ തോക്കാൻ സാധ്യത കേട്ടോ അർമാൻ അത്ര പൊട്ടണമെന്നല്ല അതാണ് അർമാൻ അത്യാവശ്യം നല്ലൊരു മിനി ഇലിയ വിസസ് ഇസ്ലാം ഫൈറ്റിന്റെ ഒരു ഇതായിരിക്കും അർമാനായിട്ടുള്ള ഫൈറ്റ് ഇലിയക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടാനും പറ്റും ഇസ്ലാമായിട്ടുള്ള ഫൈറ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് കാരണം അർമാന്റെ ഒരു സ്ലൈറ്റ്ലി ബെറ്റർ വെർഷൻ ആണ് ഇസ്ലാം അപ്പൊ അർമാനായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളി പ്രിപ്പയറിംഗ് ബെസ്റ്റ് പ്രിപ്പറേഷൻ ആയിക്കോളൂ അർമാനെ കേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാം ഒന്ന് വിറക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കബീബും വിറക്കും ഇങ്ങനെ മറ്റേ രണ്ടുപേരും അങ്ങോട്ട് ഊമ്പി എന്നുള്ള പറയും അപ്പൊ അത് ആ ഫൈറ്റ് നമുക്ക് കുറച്ചുകൂടി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അർമൻ ഒരിക്കലും ഞാൻ തള്ളിക്കളയൂല അർമൻ ഇലിയനെ തോപ്പിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇസ്ലാമാണ് ബെറ്റർ റെസ്ലർ എങ്കിലും അർമന്റെ ഒരു ബ്രൂഡ് സ്ട്രെങ്ത് റെസ്ലിംഗ് ഉണ്ട് ചെയ്യുന്ന റെസ്ലിംഗ് അപ്പൊ അർമന്റെ കുറച്ച് റെസ്ലിംഗ് ഗ്രൗണ്ട് ആയപ്പോൾ കുറച്ചുകൂടി വിഷ്യസ് ആണ് ഇസ്ലാം ഒരു സബ്മിഷൻ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അർമനെ കണ്ടിട്ട് താഴ്ട്ട് കഴിഞ്ഞാൽ മറ്റേ ഒയ്യോ കണ്ടിട്ടുണ്ട് അർമന്റെ എൽബോ കണ്ടിട്ടുണ്ടായിച്ചു അർമന്റെ എൽബോ ഇടക്കിടക്ക് പേടിയാവുന്ന സാധനമില്ലേ ഓർമ്മ നിങ്ങാട് നോക്കിയിട്ട് നിങ്ങാട് കൊടുത്ത് അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് അർമനെ ഒരിക്കലും തള്ളിക്കളില്ല അർമൻ ഒരു ബിഗസ്റ്റ് ചാലഞ്ച് ഫോർ ഇലിയ അറ്റ് 125 റൈറ്റ് നൗ ഇസ് അർമൻ ബിക്കോസ് ഇസ്ലാം ലൈഫ് ഫോർ 170 പിന്നെ ലൈറ്റ് വെയിറ്റ് ഇപ്പൊ ചെറുതായിട്ടൊരു ഈ ടൈറ്റിൽ ഫൈറ്റിന്റെ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം
കറക്റ്റ് ഇൻ പ്ലേസ് ആയിട്ട് വന്നോളും. ഈ ഫൈറ്റ് ജയിച്ചപ്പോ UFC ബാക്ക് ട്രാക്ക് UFC ചെറിയ ഡിം ലൈറ്റ് 60 വോൾട്ടേജ് കുറഞ്ഞു പോണേന്ന്. പക്ഷെ ഈ ഫൈറ്റ് ഇല്ലേ ജയിച്ചപ്പോ ഇല്ലേ ഒരു ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ ഈവൻ ഫോർ ഹേറ്റേഴ്സ് എല്ലാവർക്കും ആയിപ്പോ. അപ്പൊ നല്ലൊരു മൊമെന്റത്തിൽ പോകാണ്. ഇപ്പൊ ലൈറ്റ് വെയിറ്റ് കുറച്ചുകൂടി സൂപ്പറായി. ഇനി ഇസ്ലാം എങ്ങാണ്ട് തിരിച്ചു വന്ന ഈ ഇസ്ലാം പറഞ്ഞ പോലെ ഞാൻ ചാടിക്കളിക്കുന്നു ഓടിക്കളിക്കും 2 വഞ്ചിയിലും കാലുകുത്തി കവ കയറി പോകുന്ന അറിയാൻ പാടില്ല. എന്നാലും കാല് കുത്തനെയാണെങ്കിൽ 170 അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയാണ്ട് ഞാനും നീയും കിച്ചുമൊക്കെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ JDM വില കൊടുക്കാത്തല്ലേട്ടാ. ഇല്ലിയ ഫൈറ്റ് നടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. JDM ഇസ്ലാമിന് ഭയങ്കര ബിഗ് ടഫ് ചാലഞ്ച് ആയിക്കോന്ന്. ഇസ്ലാമിനും അറിയാം, ഗിൽസനും അറിയാം, ശാരദക്കും എല്ലാവർക്കും അറിയാം. അല്ല എനിക്ക് തോന്നണത് ഇലിയനയിലും ടഫർ ചലഞ്ച് ആയിരിക്കും ലെവലിൽ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ബിഗർ പഞ്ചർ അല്ലേ, ഇത്തിരി സൈസ് കൂടുതലാണ്. അപ്പൊ ഇലിയുടെ ശരിയാണ് കിച്ചൻ പറഞ്ഞത്, അത് ഒരു വാലിഡ് പോയിന്റ് ആണ്. ഞാൻ ഡേഞ്ചറസ് ചാലഞ്ച് ഇലിയനാണ് ഞാൻ വിശ്വസിക്കണം. അതാണ് കിച്ചൻ പറഞ്ഞത് കാര്യമാണ്. ടഫർ ഫൈറ്റർ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മ തള്ളിക്കാരനല്ല JDM പുച്ചിക്കണല്ല. അടിയിൽ ഒന്ന് കമന്റ് ഇടല്ലേ. JDM പുച്ചിക്കണല്ല. ഇലിയ ഇസ്ലാം എങ്ങനെയും നടക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് പറയണ നറേറ്റീവ് ആണ് ഈ പറഞ്ഞത്. ഇത്ര നേരം പറഞ്ഞ വായിട്ട് വിളിച്ചൊക്കെ. പിന്നെ ഈ ക്രേ ജോൺസ് ഈ ഡാഗി റെസ്ലിംഗിന്റെ ആന്റി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞല്ല സംഭവം. ഈ JDM-നെയും ക്രേ ജോൺസ് ഉണ്ടായിരുന്നല്ലോ ക്യാമ്പില്. ഇവന്മാര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആ ടേക്ക് ഡൗൺ വരാണ്ടിരിക്കാനുള്ള സീനിന് വേണ്ടി എല്ലാം നടുക്കുന്ന അറിയണത്. നടുക്കുന്ന പഞ്ച്. അപ്പൊ നേരെ വരാനായിട്ട് ഒരു ചെറിയൊരു സ്പ്ലിറ്റ് സെക്കൻഡ് ഒന്നും ഒരു ഡൗട്ട് വരുത്തുമല്ല. ഈ എല്ലാം നടുക്കുന്ന തന്നെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവിടെ തന്നെയാണ്. അല്ലാണ്ട് കാലുമ പിടിച്ചു കഴിഞ്ഞിട്ട് ഡിഫെൻഡ് ചെയ്യണ സംഭവം ഇപ്പൊ ഇവര് ഇതിറക്കുമ്പോഴേക്കും ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇതിന്റെ റെസ്ലിംഗുകാർക്ക് വേറെ സാധനങ്ങൾ അടിക്കും. അപ്പൊ അവര് വേറെ അതിങ്ങനെ ഇവോൾവ് ആയിട്ട് അങ്ങനെയുള്ള MMA ഇപ്പോഴും വന്നത്. അപ്പൊ അടുത്ത ഇനി അത് വരും. പക്ഷെ അതുവരെ ഒരു പീരീഡില് റെസ്ലിംഗ് അല്ലെങ്കിൽ ഡാഗി റെസ്ലിംഗ്, ചെയിൻ റെസ്ലിംഗ്, പ്യുവർ റെസ്ലിംഗ് BJJക്ക് ഒരു സൊല്യൂഷൻ ക്രെഗ് ജോൺസ് ആന്റി റെസ്ലിംഗ് കണ്ടുപിടിച്ചെങ്കിൽ അത് സീനാണ്. ഒരു അടുത്ത 2-3 കൊല്ലത്തേക്ക് സീനായിരിക്കും. ഇലിയനെ പോലത്തെ ഇലിയുടെ പോലെ സ്ട്രൈക്കിംഗ് പക്ക ബോക്സ് JDM പോലത്തെ ആൾക്കാരൊക്കെ കയറി മനസ്സിലായി. JDM പോലത്തെ ആൾക്കാർക്ക് ചാമ്പ്യനായിട്ട് കുറേ നാളെ നിൽക്കും.